മെയ് 24 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 2-2.5 മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മാർക്ക് മേടിക്കാനുള്ള ഒരു സ്മാർട്ട് വർക്ക്, അതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച്, ഒരു സർക്കാർ ജോലി നേടണമെന്ന് വിചാരിച്ച് ഈ മേഖലയിൽ കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നന്നായിട്ട് പഠിക്കുന്നവരോ ആണെങ്കിൽ, തുടക്കക്കാരനാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. കാരണം അത്യാവശ്യം ശമ്പളം നല്ല രീതിയിൽ കൂടുതലുള്ള ഒരു തസ്തികയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ LDC ആണെങ്കിലും 12th ലെവൽ എക്സാം ആണെങ്കിലും ഹെൽത്ത് എക്സാമിലുള്ള ഇപ്പോൾ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അങ്ങനെ ഏത് തസ്തിക എടുത്താലും അതിനെക്കാട്ടിലൊക്കെ സാലറി കൂടുതലുള്ള പിന്നെ ഒരു പ്രീമിയം ജോലി തന്നെയാണ് ഈ വരുന്ന ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അത് ക്രാക്ക് ചെയ്യാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. ഈ പ്രിലിംസ് പരീക്ഷ നന്നായിട്ട് എഴുതി, ഞാൻ പറയുന്ന പോലെ ക്യാപ്സ്യൂൾ പോലുള്ള കണ്ടൻറ്റ് വെച്ച് പഠിച്ച് സ്മാർട്ട് വർക്കിലൂടെ പഠിച്ചാൽ സിമ്പിളായിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനുശേഷം മെയിൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മളൊരു വീഡിയോ ഇടും. അത് പ്രകാരം പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള ആ ഒരു മാർക്ക് മേടിച്ച് മെയിൻ പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു ചെറിയ ഇൻ്റർവ്യൂ കൂടെ മാത്രമാണ്. ഈ 3 കടമ്പകൾ കടന്നാൽ നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഒരൊറ്റ വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരൊറ്റ സീറ്റും മതി, ബാക്കിയുള്ള എല്ലാ ആരും വേണമെങ്കിലും കൊണ്ടുപോട്ടെ, ആദ്യത്തെ ഒരു 100 ഞാൻ എന്തായാലും വരുമെന്ന ദൃഢനിശ്ചയത്തോടെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ പഠനം ആരംഭിക്കുക. അതിന് വേണ്ടുന്ന പഠന രീതിയും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യവുമെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകണം. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. പിന്നെ സ്റ്റഡി മെറ്റീരിയലെല്ലാം നമ്മളൊരു കോഴ്സിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതില്ലാത്തവർക്ക് ആ ഒരു കോഴ്സ് വാങ്ങാം. അത് വേണമെന്നുള്ളവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് മേടിക്കാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. 100 മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് PSC ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 50 മാർക്ക് എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകളാണ്. ബാക്കിയുള്ള 50 മാർക്കാണ് കടൽ പോലെ കിടക്കുന്ന GK എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. അങ്ങനെയാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള GKയിൽ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, ചരിത്രം, അതുപോലെ തന്നെ കലാ, കായികം, സാഹിത്യം, അങ്ങനെയുള്ളത്, പിന്നെ സയൻസ്, അങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ട്. ഓരോന്നിനും സ്പെസിഫിക് ഇത്ര മാർക്ക് വെച്ചാണ് എന്നൊക്കെ സിലബസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട് കയറി എന്നല്ല, യഥാർത്ഥ രീതിയിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് ഫുള്ളായിട്ട് പഠിക്കാൻ നിന്നാൽ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ സമയമില്ല. ആ GK ഭാഗം എന്ന് പറയുന്നത് 50 മാർക്കിൻ്റെ GK. അപ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ GK ഭാഗത്തിൽ നിങ്ങൾ 20 തൊട്ട് ഒരു 30 മാർക്ക് വരെ മാക്സിമം, 20 മാർക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് തെറ്റില്ലാതെ വരുത്തുവാണെങ്കിൽ നല്ല മാർക്കാണ്. മറ്റേ ഭാഗത്ത് നല്ല സ്കോർ മേടിച്ചാൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും പ്രിലിംസ്. അപ്പോൾ ഒരു 20 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ടാക്റ്റിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. ആ ഒരു പഠിത്തമാണ് ഇനിയുള്ള സമയം കൊണ്ട് വേണ്ടത്. കാരണം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ PSC ഇതുവരെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 2021 തൊട്ടാണ് PSC 2 ഘട്ട പരീക്ഷാ രീതിയും പുതിയ പരീക്ഷാ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അവിടെ തൊട്ട് ഉള്ള ചോദ്യപേപ്പറിലെ മുഴുവൻ GK ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചത് പഠിക്കണം, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് പഠിക്കണം, അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം. ആ കൂട്ടത്തിൽ തന്നെ ഈ LGS നിലവാരത്തിലും LDC നിലവാരത്തിലും ഒക്കെ ചോദിച്ചിട്ടുള്ള GKയുടെ നമ്മുടെ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും കൂടെ നിങ്ങൾ പഠിക്കണം. ഇത് പഠിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ഞാനിവിടെ വിശദീകരിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം. ഞാനിപ്പോൾ സ്ക്രീനിൽ 2024 കഴിഞ്ഞ വർഷം നടന്ന 1ാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലെ കുറച്ച് GK ചോദ്യങ്ങൾ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കിയേ, ഒരു GK ചോദ്യങ്ങളിൽ ഒരു സെക്ഷൻ ഞാനിവിടെ ഇങ്ങ് എടുക്കുവാണ്. ആ ഒന്നാമത്തെ ചോദ്യം നോക്കുക. 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? അതുപോലെ തന്നെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? കുമാരനാശൻ അന്തരിച്ച വർഷം? ഒരു സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ചോദ്യങ്ങൾ തന്നെ, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകനാണ്. അങ്ങനെ ഒരു 10ഓളം ചോദ്യങ്ങൾ തന്നെ വൺ വേർഡിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സിൽ തന്നെയാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ, 10ഓളം ചോദ്യങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം LGS നിലവാരത്തിലും LDC നിലവാരത്തിലും ഉള്ള രീതിയിൽ തന്നെ സിലബസ് പഠിച്ച ഒരാൾക്കും ഈ ഒരു 10 ചോദ്യം പക്കായിട്ട് പഠിച്ച ഒരാൾക്ക്, മറന്നു പോകാത്ത ഒരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. കാരണം വൺ വേർഡിൽ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്
ഇവിടെ വന്നേക്കുന്നത്. ഇതുപോലെ ഒരു വലിയ ശതമാനം ചോദ്യങ്ങൾ GK ഭാഗത്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതി വരും. അതൊരു കാരണവശാലും നിങ്ങൾ കളയരുത്, അല്ലെങ്കിൽ അത് പോകരുത്. അത് പോകാതിരിക്കാൻ നമുക്ക് ഈ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ PSC ഇതുവരെ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിച്ചാൽ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ ഈ ഒരു സാധനം സെറ്റാക്കാൻ പറ്റും. ഇത് 10 ചോദ്യത്തിൽ ഒതുങ്ങത്തില്ല, എന്തായാലും ഒരു 20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതി വരും. ഇനിയിപ്പോൾ ചില ചോദ്യപേപ്പറുകളിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരും. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ചോദ്യപേപ്പർ ആണെങ്കിലും അതിലൊരു വലിയ ശതമാനം ചോദ്യങ്ങളിൽ ഒരു 10ഓളം ചോദ്യങ്ങൾ ഇങ്ങനെ എന്തായാലും വരും. മിനിമമാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ വരും. സ്റ്റേറ്റ്മെൻറ്റ് കൂടുതലുള്ള ചോദ്യങ്ങളിലും ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നതായിരിക്കും. ഈ ചോദ്യം ശ്രദ്ധിക്കുക. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയ ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. അത്യാവശ്യം നവോത്ഥാനം പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം സിമ്പിളായിട്ട് PSC പലതവണ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്നവയുമാണ്. ഇതെല്ലാം ശരിയാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ തന്നെ നമുക്കത് ശരിയാണോ തെറ്റാണെന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഇതുപോലുള്ള ചോദ്യം വന്നാൽ മുകളിലുള്ളവയെല്ലാം ശരിയാണെന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം. അതുപോലെ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പോയിന്റുകൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 20-30 മാർക്കൊക്കെ ഈ ഒരു GK ഭാഗത്തുനിന്ന് മേടിക്കാൻ പറ്റണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള PSC ഇതുവരെ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിച്ചാൽ GK ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സെക്ഷൻ GK മാത്രം ഇത്ര മാർക്ക് മേടിച്ചാൽ പാസ്സാകത്തില്ല. നമുക്കറിയാം ഒരു 60-ന് മുകളിൽ സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ 60-65 വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷയിൽ പോകണം. ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകൾ, മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഈ ടോപ്പിക്കുകൾ. മലയാളം എന്ന് പറയുന്നത് PSC അധിഷ്ഠിതമായിട്ടുള്ള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക് അധിഷ്ഠിതമായിട്ട് റാങ്ക് ഫയൽ വെച്ച് നിങ്ങളങ്ങ് പഠിച്ചാലും അത്യാവശ്യം വീഡിയോ ക്ലാസ്സൊക്കെ വെച്ച് പഠിച്ചാലും മലയാളം തീർക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് വലുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ മേലും ഇനി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഫ്ലുവൻ്റ് അല്ലെങ്കിൽ പോലും PSCയുടെ ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് ട്രിക്കും ടെക്നിക്കും ആ എഴുതുന്ന രീതിയൊക്കെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒക്കെ ചോദ്യം അതിൽ എങ്ങനെയാണ് എഴുതുന്നത് ആ റൂളൊക്കെ അങ്ങ് പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ അങ്ങ് മെനക്കെട്ട് പഠിച്ചാൽ മതി. തീർക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സ് മാത്രം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇച്ചിരി ഒന്ന് മെനക്കെടേണ്ടി വരും. എളുപ്പമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. നമുക്ക് തീർക്കാൻ പറ്റും. GK എന്ന് പറഞ്ഞാൽ തീരത്തില്ലാത്ത ടോപ്പിക്കും തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കും. അതാണ് ഈ രണ്ട് സെക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഡെയിലി പഠിക്കുക ഈ ടോപ്പിക്കുകൾ, മാത്സ്, ഇംഗ്ലീഷും എല്ലാം. അങ്ങനെ പഠിച്ചാൽ നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചൊരു ഞാൻ പറയുന്ന ഒരു 40 റേഞ്ചിൽ മേടിക്കാൻ നിങ്ങളങ്ങ് ആ രീതിയിൽ പഠിക്കുക. കാരണം പഠിച്ചാൽ മേടിക്കാൻ പറ്റും. നിങ്ങൾ ചോദ്യപേപ്പർ കുറച്ച് പഠിച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലൊക്കെ വരുന്നത്. അവിടെ ഒരു 40 റേഞ്ചിൽ മേടിക്കും. ബാക്കി ഇപ്പുറത്ത് ഇത്രയും ഞാൻ പറഞ്ഞ സ്കോർ ചെയ്യുവാണെങ്കിൽ നല്ല സ്കോറിലേക്കാണ് പോകുന്നത്. സിമ്പിളായിട്ട് പ്രിലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാനും പറ്റും. ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിച്ച് ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഇത് മെയിൻസിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കണ്ടന്റ് ഇത്രയും പഠിച്ചു തീർത്താൽ വേറൊരു രീതിയിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഡിഗ്രി ലെവലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം കൊണ്ട് പഠിക്കാൻ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മെയിൻ പരീക്ഷയുടെ എഴുത്തും നിങ്ങൾക്ക് ഒരുപാട് സുഗമമായി തീരും. ഇനി ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, എവിടെ നിന്ന് ലഭിക്കും? ഇന്ന് നമുക്ക് ഫോണിലൊന്ന് മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്താൽ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ടുള്ള കണ്ടന്റും ഒക്കെ അങ്ങനെ തപ്പി മെനക്കെട്ടിരുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവർ ആ രീതി കണ്ടന്റ് ഏകോപിപ്പിച്ച് ഫ്രീ ആയിട്ട് എടുത്ത് പഠിച്ചുകൊള്ളുക. ഇനി അതൊന്നും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ കണ്ടന്റ് എല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് PSC 2021 തൊട്ട് മാറിയ പരീക്ഷാ രീതി വന്നപ്പോൾ തൊട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മാർക്ക് ചെയ്ത ചോദ്യപേപ്പറുകൾ നമ്മൾ അതിനകത്ത് ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിതുപോലെ തന്നെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. ചെറിയൊരു കോഴ്സായിട്ട് ചെറിയൊരു ഫീസുണ്ട്. അപ്പോൾ അത് വർഷ ചോദ്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ മുഴുവനായിട്ട് ഡിഗ്രി ലെവലിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന PSC തന്നെ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ എഡിഷനുകളുണ്ട്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എല്ലാം അതിനകത്തുണ്ട്. അതിൽ കറസ്പോണ്ടിങ് PDFകൾ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ GKക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. GKയിൽ ഇതുപോലെ നോട്ട്
മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. ഇത് വെച്ച് നിങ്ങൾ ആ GK ഭാഗം അങ്ങ് പഠിച്ചു തീർക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമാകത്തക്ക രീതിയിൽ വീഡിയോ ക്ലാസ്സും ഇതുപോലെ തന്നെ ആവശ്യമുള്ള നോട്ട്സും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചും അതങ്ങ് പഠിച്ചു പോവുക. മേടിക്കുമ്പം തന്നെ ഫുൾ മെറ്റീരിയൽ അങ്ങ് പ്രൊവൈഡ് ചെയ്യുവാണ്. Day 1, Day 2, Day 3 എന്ന രീതിയിൽ ഓരോ ദിവസം നൽകുന്നതല്ല. ആദ്യമേ തന്നെ ഫുൾ ക്യാപ്സ്യൂൾ പോലെ എല്ലാ കണ്ടന്റും നൽകുവാണ്. ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിലിംസിന് വേണ്ടി അങ്ങ് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഈ രീതിയിൽ തന്നെത്താൻ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് വാങ്ങാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കോഴ്സ് വാങ്ങാം. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സ് വാങ്ങുക. തന്നെത്താൻ ഇതെല്ലാം സെർച്ച് ചെയ്തെടുക്കാമെന്ന് കൽപ്പുള്ളവർ തന്നെത്താൻ ഡൗൺലോഡ് ചെയ്ത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാലും മതി. നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ടാക്റ്റിക്കലായിട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാട് കയറി പഠിച്ചാൽ നമ്മളെങ്ങും എത്തത്തില്ല. നമ്മൾ റൈറ്റ് രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. കുറേ വർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്താലേ നമുക്ക് അതിലൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്മാർട്ട് വർക്ക് വെച്ച് നന്നായിട്ട് പഠിച്ചു പോവുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.